പ്രിയ സദസ്, വിജയനഗർ റെസിഡൻസ് അസോസിയേഷൻ അവതരിപ്പിക്കുന്ന നാടകം കാണാൻ എത്തിയിരിക്കുന്ന നിങ്ങൾക്കേവർക്കും VNRIയുടെ ഹാർദവമായ സ്വാഗതം. അടുത്ത ബില്ലിന് നാടകം ആരംഭിക്കും. അതിനു മുമ്പ് ഈ സ്റ്റേജിലേക്ക് കടന്നു വരാവുന്ന വിളക്കുകളെല്ലാം അടച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇറങ്ങിപ്പോടും. ജീവനുള്ള മനുഷ്യന്റെ ശവം വെക്കാൻ വന്നിരിക്കുന്നു. ഹലോ, അതെ മാമംഗല ഇല്ലെന്നേ, മരിച്ചിട്ടില്ല. മരിച്ചെന്ന അവിടെ പാട്ടാണ്. ഇനി തിരുത്താനൊന്നും പോകണ്ട, ഉടനെ ഉണ്ടാകും. വയസ്സ് 90 കഴിഞ്ഞില്ലേ, ശക്തിയായി വലിച്ചോണ്ടിരിക്കുക. അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കും. പന്തലിരുന്ന ആൾക്കാരാ മരിച്ച നാട്ടിൽ മുഴുവൻ പാട്ടാണെന്ന് പന്തലിടാൻ പറയട്ടെ. ഇത് കഴിഞ്ഞിട്ട് എന്താ കാര്യം? എന്ത് നല്ല മനുഷ്യനായിരുന്നു. എന്റെ അപ്പനൊന്ന് മരിച്ചോട്ടെ സാറേ, എന്നിട്ട് മതി ഈ അനുശോചനം. അയ്യോ, മരിച്ചിട്ടില്ലേ? പുറത്തുള്ള സംസാരം മരിച്ചതാ. എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇത് ചെയ്യണം. ചെയ്യണ്ട. മരിച്ചു കഴിയുമ്പോ എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന രീതിയിലും കാണത്തക്ക രീതിയിലും ഇതൊന്നും വെച്ചേക്കണം. ഇലക്ഷൻ ആയതുകൊണ്ട് സമയക്കുറവുണ്ട്. എന്നെ അടിയന്തരത്തിന് ക്ഷണിക്കരുത്, ഞാൻ വന്നോളാം. പിന്നെ എന്റെ ചിഹ്നം മറക്കരുത്. എന്റെ ചിഹ്നം കോടാലി. സ്റ്റാർ ടെക്സ്റ്റൈൽസ് അമ്പലത്തിന് പടിഞ്ഞാറ് വശം. ഇതാ നേതാവിന്റെ മരുമോന്റെ കടയില്. എന്റെ അപ്പന്റെ നെഞ്ചത്താ അവന്റെ അമ്മയുടെ ഒരു പരസ്യം. എന്റെ പൊന്നപ്പ ഇതിങ്ങനെ നശിപ്പിക്കല്ലേ. കുറച്ചാൾ കഴിയുമ്പോ അപ്പൂപ്പന് ആവശ്യമുള്ളതല്ലേ. യോ, ഇത് അപ്പനല്ലേ അപ്പൂപ്പനല്ലേ? ഹലോ, മനസ്സിലായി മനസ്സിലായി. ശബ്ദം കേട്ടപ്പോഴേ മനസ്സിലായി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഉണ്ട്, ഇവിടെ തൊട്ടടുത്ത് ഒപ്പുണ്ട്. കൊടുക്കാം കൊടുക്കാം. ചേട്ടാ, ജർമ്മനിയിൽ നിന്ന് ലില്ലിക്കുട്ടിയാ. ഹലോ, നീ ഇവിടുന്ന് പുറപ്പെട്ടില്ലേ? 2 ദിവസം കഴിഞ്ഞ പ്ലെയിൻ ടിക്കറ്റ് ഉള്ളതാ. 2 ദിവസം കഴിഞ്ഞ് മരിച്ചാൽ മതി എന്നാ. ഇത് നമ്മളല്ലല്ല തീരുമാനിക്കുന്നത്, മുകളിലിരിക്കുന്ന ആളല്ലേ. മുകളിലാരോ വാടകയ്ക്കാരനാ. നിന്റെ അപ്പൻ കള്ളിറപ്പായി. മുകളിലിരിക്കുന്ന വിശ്വാസം വിചാരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. 7 അടിയന്തരത്തിന് വരാന്നോ? ശരി എന്നാ, നീ വന്നിട്ട് 7 അടിയന്തരം നടത്തുള്ളൂ. നീ വേഗം പുറപ്പെടാൻ നോക്കും. ശരി, ഓക്കെ, ഡബിൾ ഓക്കെ. അപ്പൊ അവക്കടെ കാര്യത്തിലുള്ള തീരുമാനം അപ്പന്റെ മുമ്പിലാണ് കാലിമ കാലി കെട്ടിയിരിക്കുന്നത്. അപ്പനോട് ഒരു ബഹുമാനല്ലേ? ഞാൻ
പോയി എന്തെങ്കിലും കഴിക്കാനെടുത്ത് നോക്കാം. ഇപ്പൊ കഴിച്ചില്ലെങ്കിൽ സവോടെ പൊഴിയാൻ കഴിക്കാൻ പറ്റില്ല. ഇവിടെ കഴിച്ചില്ലെന്ന് വല്ല കൊക്കോപ്പുഴുവാ. രാജേട്ടാ പള്ളികളെന്ന് പറയണ്ടേ, അച്ഛനെ കടയിലും പോയാലോ? പിന്നെ പറയണ്ടേ, ഒന്നാലെ കൂടെ തരം പറയണം. നമുക്ക് അതിഷ്ടം പോലെ പറ. വണ്ടിയിൽ പാട്ടും വേണം. കാലുള്ളപ്പോ പ്രത്യേകിച്ച് പാട്ട് എന്തിനാണ്? നാട്ടിലുള്ള പാട്ടാണല്ല. രാജേട്ടൻ അത് പറയാ, തിരക്കായി കഴിഞ്ഞാ പിന്നെ ഇതിനൊന്നും സമയം കിട്ടൂല. അപ്പച്ചാ, ദേ അപ്പൂപ്പൻ കണ്ടുകൊടുക്കുന്നു. മിണ്ടാൻ പറ്റാതെ കിടന്നതിന് നീ എന്തിനാ ഈ ആൾക്കാരൊക്കെ വന്ന് ശല്യം ചെയ്യണത്? അപ്പച്ചന്റെ കയ്യൊന്ന് പിടിച്ചേ. മരിച്ചു മരിച്ചു എന്ന് ആളുകൾ ഓടിപ്പോ മൂന്നാമത്തെ തവണ മരിക്കണമില്ല പണ്ടാരം. എന്തെല്ലാം സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിരുന്നു. ഈ എല്ലാം തകർത്ത് വന്നില്ലേ കാണാൻ. ടീച്ചർ, നാറ്റു ചേട്ടാ, ദേ അപ്പൂപ്പൻ പൂർവാധിക ശക്തിയോടെ തിരിച്ചു വരുന്നു. അപ്പൂപ്പനെ രാജ എന്നിട്ട് പോയതാ. അകത്ത് കിടന്ന് ഞാൻ എല്ലാം കേൾക്കണ്ടായിരുന്നു. ഞാൻ ചത്തിട്ട് ഇവിടെ ആരും അടിയന്തരം ഉണ്ടാവുമെന്ന് വിചാരിക്കണ്ട. എനിക്ക് അത്രക്ക് പ്രായമൊന്നും ആയിട്ടില്ല. 90 കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഞാൻ ജാകാൻ വേണ്ടി പ്രാർത്ഥിച്ച് വെടിരി കത്തിച്ചവർക്കൊക്കെ തീർത്ത് വെച്ചിട്ടേ ഈ മാവുങ്കൽ മർക്കോസ് ചാവത്തുള്ള മക്കളെ. ഈ അപ്പൂപ്പന്റെ മുഖത്ത് നോക്കി ചിരിച്ചോണ്ട് ശവക്കുഴിതുകൊണ്ട് എന്റെ ചെറുമക്കൾ ഒരു കാര്യം ഓർത്തു. എന്റെ അപ്പൻ 100 വയസ്സ് കഴിഞ്ഞിട്ടാ ചത്തത്. അപ്പന്റെ മോനാ ഞാൻ. 100 വയസ്സ് കഴിയാതെ ഞാൻ ചാവത്തില്ല. ഈ അപ്പൂപ്പനെ 100 വയസ്സാ. അപ്പൂപ്പന് 100 വയസ്സ്. നാടകരചന ബെന്നി പി നായരമ്പലം. ഗാനരചന ചെമ്പഴന്തി ചന്ദ്രബാബു. സംഗീതം സെബി നായരമ്പലം. രംഗപടം ജോയ് കളർച്ചേമ്പ. നാടക സംവിധാനം വിജയൻ മാവുങ്കൽ. കലാസ്നേഹികളെ, പ്രാരാബ്ദങ്ങളുടെ ഭാരമേറിയ ഈ യാന്ത്രിക ജീവിതത്തിൽ സ്വയം മറന്ന് ചിരിക്കാനും ചിന്തിക്കാനും കഴിയുമെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. വിനോദത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഈ കുടുംബകഥ തുടരുന്നു. അപ്പൂപ്പന് 100 വയസ്സ്. അപ്പൂപ്പന് ഇന്നും കത്ത് വന്നിട്ടുണ്ട്. അത് ആരുടെ കത്താണെന്ന് നമുക്കിന്ന് കണ്ടുപിടിക്കണം. ഓ, കുറെ കാലമായി ഒരു കത്തെഴുത്തും കത്ത് വരവും. ആരുടെ കത്താന്ന് ചോദിച്ചാൽ പറയത്തുമില്ല. എന്റെ ബലമായ സംശയം അപ്പൂപ്പന് പണ്ട് പല രഹസ്യത്വവും കാണും. എല്ലാവരും നിന്നെ പോലെ ആവുന്നുണ്ടോ? എനിക്കെന്തിനാ നിങ്ങൾ പറയുന്നത്? നിന്നെ നല്ല പ്രായത്തിൽ ടൈപ്പ് റൈറ്റിംഗ് ഓടിക്കാൻ പോയപ്പോ അവിടുത്തെ സാറിന് ഒരു ഫുൾ സ്റ്റാപ്പ് പേപ്പറിൽ ഐ ലവ് യു അടിച്ചു കൊടുത്ത കഥ ഞാൻ അറിഞ്ഞടി. കർത്താവേ, ഈ നുണയൊക്കെ ആരാ നിങ്ങളോട് പറഞ്ഞത്? നിന്റെ അപ്പൂപ്പൻ തന്നെ പറഞ്ഞതാണ്.
കുടുംബം കലക്കുന്ന പരിപാടി പണ്ട് കളവനെല്ലാം നിങ്ങൾക്ക് അറിയാവില്ല മനുഷ്യനെ. നിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോ അപ്പൂപ്പൻ പറഞ്ഞത് ശരിയാവാനാണ് സാധ്യത. വേണ്ടാത്ത വർദ്ധനോട്ട് ആ കിളവന് മരങ്ങോടനോട് പറയും. മരങ്ങോടൻ നിന്റെ തന്താ പൗലോച്ചാൻ നന്ദരെ പറഞ്ഞാലുണ്ടല്ലോ. നിന്റെ തന്തയ്ക്ക് പറഞ്ഞാൽ നീ എന്നൊക്കെ പറഞ്ഞോളാം. അല്ലാണ്ട് തന്നെ എപ്പോഴും തലമുറ ഒന്നുമില്ല അപ്പൂപ്പ. ഈ കത്ത് ഞാൻ പൊട്ടിച്ച അപ്പൂപ്പനെ വായിച്ചു കേൾപ്പിക്കാവുന്ന ഞാൻ. ഈ കത്ത് ഞാൻ പൊട്ടിച്ച് വായിച്ചു കേൾപ്പിക്കാമെന്ന് ഞാനൊന്ന് പൊട്ടിക്കുന്നതിൽ വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല അപ്പൂപ്പ. എന്തായത്? അതല്ലേ ഞാൻ ചോദിച്ചത്. ഒന്ന് പൊട്ടിക്കട്ടെ. നീ വന്ന് പൊട്ടിച്ചോളാം, ഞാൻ പൊട്ടിക്കുകയും ചെയ്തു. കത്ത് പൊട്ടിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അയ്യടാ, അതെനിക്ക് മനസ്സിലായല്ലേ. ഭർത്താവേ, വേറെ വല്ലതും പൊട്ടിക്കാൻ പറയായിരുന്നത് എന്റെ ഭാഗ്യം. ആട്ടെ, നിനക്കെങ്ങനെയാ? അയ്യോ എന്റെ പൊന്നപ്പൂപ്പ, അവിടെ കൊടുത്തപ്പോഴേ എനിക്ക് തൃപ്തിയല്ല. ഞാൻ പെണ്ണുങ്ങളെ തല്ലാറില്ല. നീ ആണാണെങ്കിൽ നിനക്ക് കിട്ടിയത് നിന്റെ പെണ്ണുമ്പിള്ളക്ക് കൂടെ. എന്നിട്ട് എന്തിനാ അവിടെ ഇരിക്കും കൂടി എനിക്ക് കിട്ടാനാ? എന്റെ പൊന്നപ്പൂപ്പ എനിക്ക് ഇരിക്കട്ടെ. വയസ്സ് 90 കഴിഞ്ഞെങ്കിൽ എന്താ കൈയൊക്കെ നല്ല ഇരുമ്പടങ്ങിയതുപോലെ ഇരിക്കണം. ഒന്നുമില്ലെങ്കിലും ഞാൻ വീട്ടില് മരുമോനല്ലോ അപ്പൂപ്പ. ഈ കത്ത് ആരുടേതാണെന്ന് എന്നോടെങ്കിലും ഒന്ന് പറയേ. അയ്യോടാ, അതിനു വേണ്ടിയാണ് എന്റെ മക്കൾ ഈ പാട് മുഴുവൻ കഴിച്ചത്. അപ്പൂപ്പനോടൊന്ന് ചോദിച്ചാ പോരായിരുന്നോ? അപ്പൂപ്പൻ കാണിച്ചു തരില്ലായിരുന്നോ? അയ്യോടി, ഈ തങ്കപ്പെട്ട മനുഷ്യനെയാണല്ലോ നമ്മ സംശയിച്ചത്. ഇത് ആരുടെ കത്താ അപ്പൂപ്പ? ഇത് എന്റെ ഭാര്യ ബ്രിജിത്തമ്മയുടെ കത്താ. അമ്മൂമ്മയുടെ മരിച്ചുപോയ അമ്മൂമ്മയുടെ കത്ത നരകത്തിന്റെ അടിത്തട്ടി കിടന്ന് അവിടെ എനിക്ക് എഴുതിയതാ. എന്നോട് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ. അല്ലെങ്കിലും ഈ സാധനം നരകത്തിന്റെ അടിത്തട്ടി തന്നെ പോകും. ദോഷമല്ലെന്നും പറഞ്ഞ ഇല്ലപ്പൂപ്പ. വേണ്ട ജോഷേ, വേണ്ട. കാലിനെ കോണ് പിടിപ്പിക്കല്ലേ, പണി തീർന്നു പോവും. പിന്നെ എന്റെ മകൻ പൗലോച്ചൻ, അവന്റെ മകൻ തോമാച്ചൻ. എന്റെ മകന് അവൻ ശുദ്ധനാ. അവന് ജനിച്ചത് 2 പെൺസർപ്പങ്ങളാ. ഇളയ സർപ്പം നിൽക്കണേ. മൂത്ത സർപ്പം ജർമ്മനി കിടക്കണ ലില്ലിക്കുട്ടി. ലില്ലിക്കുട്ടി സർപ്പമാണെങ്കിലും അവൾക്ക് ജനിച്ച എന്റെ കൊച്ചുമോളെ മാണിക്യമാ, മാണിക്യം. അവളെ കാണാൻ എനിക്ക് കൊതിയായി. കല്യാണം കഴിഞ്ഞിട്ട് 10-15 കൊല്ലമായി. എന്നിട്ട് ഈ നിക്കണ സർപ്പത്തിന്റെ വായില് മാണിക്കം പോട്ടൊരു മെറ്റിൽ പൊടി പോലും കാണാനില്ല. നിങ്ങൾക്ക് തച്ചടമില്ലായിട്ടാ മനുഷ്യനെ. എന്റെ കല്യാണത്തിന് തെളിവുണ്ടീ. നീ അട്ടപ്പാടി ആദിവാസിക്ക് വിളിച്ചെന്ന് എനിക്കത് മനസ്സിലാവും. എന്റെ കിട്ടണില്ലേ? ഒരു കാര്യം ചോദിക്കട്ടെ, എത്ര നാളീ രഹസ്യങ്ങൾ ഇങ്ങനെ മൂടിവെക്കാൻ പറ്റും? ആരോടെങ്കിലും ഒന്ന് തുറന്ന് പറയേ. ചില രഹസ്യങ്ങൾ നാട്ടിൽ പാട്ടാ. അതെന്താ പോലെ? അതെന്റെ നാവ് കൊണ്ട് തന്നെ പറയിക്കണോ? മനസ്സിലായി, മനസ്സിലായി. പണ്ട് ആ മായിത്തറയുടെ മാത്തിന്റെ മോൻ ഒരു ദിവസം രാത്രിയില് നിന്റെ ജനാലക്കരി വന്ന കാര്യമല്ലേ? ഭയങ്കരി. അപ്പൊ കല്യാണത്തിന് മുമ്പ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവല്ലേ? അതാ മാത്തന്റെ മോനെ കാണുമ്പോ ഇവളുടെ മുഖത്തൊരു മഞ്ഞപ്രസാദം. നിങ്ങളൊന്നും മിണ്ടാതിരി മനുഷ്യ. നമ്മളെ തമ്മിൽ തല്ലിക്കാൻ പറയുന്നതാ. പരസ്യമായ രഹസ്യമൊന്നും ഞാൻ പറഞ്ഞത് ആ കഥയല്ല അപ്പൂപ്പ. പണ്ട് ഞങ്ങളുടെ അമ്മച്ചിയെ കൊന്ന് കിണറ്റിലിട്ട കഥയാ. എന്റെ അമ്മായിയമ്മയെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അമ്മായിയമ്മക്ക് പാലം വലിച്ചത് അപ്പൂപ്പനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സ്ത്രീധനത്തിന്റെ ബാക്കി ചോദിച്ച് കിട്ടാതായപ്പോ ബക്കറ്റ് പോലെ എടുത്ത് കിണറ്റിലേക്ക് ഇട്ടതാണെന്ന് ഒരു കൂട്ടര്. അതല്ല, ദാഹിച്ച് വെള്ളം ചോദിച്ചപ്പോ നീ ആവശ്യത്തിന് പോയി കുടിച്ചിട്ട് മാമോളെ എന്ന് പറഞ്ഞ് കഴുത്തിന് പിടിച്ച് കിണറ്റിലേക്ക് തള്ളിയതാണെന്ന് വേറൊരു കൂട്ടര്. ഇതിൽ ഏതാണ് അപ്പൂപ്പ സത്യം?
തെൽമേ അപ്പൂപ്പ. ഞങ്ങളുടെ അമ്മായിയമ്മയൊക്കെ ഒന്ന് കേട്ടിട്ട ശേഷം അപ്പൂപ്പൻ ചിരിച്ച ചിരിയാ കോലച്ചിരി. ചിരി വളരെ ഉണ്ടല്ലോ, ഒന്ന് പ്രാക്ടീസ് ചെയ്തതാ. അതെ, ഇന്നെന്താ തടിമില്ലിന്ന് നേരത്തെ ഇങ്ങോട്ട് പോകുന്നത്? ഞാനിങ്ങനെ പോകുന്നു. അവിടെ ഒരു ശമ്പളക്കാരാണെങ്കിൽ എനിക്ക് മേലടും. കൂപ്പ് കോൺട്രാക്ടറായ ചേട്ടൻ തടിമില്ലിന് ഒരു ശമ്പളക്കാരനായി പോയത് വളരെ കഷ്ടമായി പോയി. എടോ, ലില്ലിക്കുട്ടിയെ കല്യാണം കഴിച്ചാൽ ജീവിതം രക്ഷപ്പെടുമല്ലോ എന്നാണ് ആദ്യം കരുതിയത്. കാരണവർക്ക് കോടികളുടെ ആസ്തിയാണല്ലോ. പക്ഷെ കാരണവരുടെ കാലശേഷമേ അത് മകന്റെ പേരിലാവും. അതിനുശേഷം മകൻ നമ്മുടെ ഭാര്യമാരുടെ പേരിൽ എന്തെങ്കിലും എഴുതി തന്നാലേ നമുക്ക് എന്തെങ്കിലും കിട്ടും. ഇതൊക്കെ എന്ന് നടക്കാൻ നമ്മുടെ അമ്മായിയപ്പനെ കൊള്ളൂലാഞ്ഞിട്ടാ തന്തയുടെ വാക്കുകൾ അക്ഷരം പറഞ്ഞനുസരിച്ച് ജീവിക്കുന്ന ഒരു പേടിത്തൊണ്ടൻ. അപ്പൂപ്പൻ എന്ത് പറഞ്ഞാലും മറിച്ചൊരു വാക്ക് അങ്ങേരും മിണ്ടത്തില്ല. എടോ, തരിമില്ലേയും എണ്ണമില്ലേയും കാര്യങ്ങൾ നോക്കുന്ന എനിക്ക് കിട്ടുന്ന 5000 രൂപ. 5000 രൂപയോ? എന്റെ പൊന്നു മാത്തീസേട്ടാ, ഈ നക്കാപ്പിച്ച കാശ് നിൽക്കാതെ ലില്ലിക്കുട്ടിയുടെ കൂടെ ജർമ്മനിലേക്ക് പോകാൻ പാടില്ലേ? എടോ ഇട്ടിച്ച, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പിന്നെ ഇതെല്ലാം ഇവിടെ ഇട്ടേച്ച് പോയാ താനും ശോശാമ്മയും കൂടി ഇതെല്ലാം അടിച്ചു മാറ്റുമല്ലോ എന്ന പേടി കൊണ്ടാണ് പോകാത്തത്. പിന്നെ ലില്ലിക്കുട്ടി പറയാതെ ഞാൻ ജർമ്മനിലോട്ട് ചെന്ന പിന്നത്തെ കഥ പറയാനില്ലല്ലോ. എന്റെ ശോശാമ്മയുടെ ചേച്ചിയല്ലേ, മോശമാകാൻ വഴിയില്ല. പിന്നെ ചേട്ടൻ ഇവിടെ ഇല്ലെങ്കിലും 10 പൈസ കാലമാണെന്ന് അറിയാതെ അടിച്ചു മാറ്റാൻ പറ്റും ചേട്ടന് തോന്നുന്നുണ്ടാ? കാഞ്ഞ ബുദ്ധിയാ ആ കാലന്. കണക്കും കാര്യങ്ങളും ഇപ്പോഴും കൃത്യമായിട്ട് നോക്കും. കാശിന്റെ കാര്യത്തിലേ സ്വന്തം മകനോട് പോലും കളിച്ചവാ. കാലന് പോലും വേണ്ടാതെ കാലമായി. ശരിയാ, കാലനിപ്പോ കണ്ണാശുപത്രിയിലാണെന്നാ കേട്ടത്. യാതൊരു സ്വാതന്ത്ര്യമില്ലാതെ അപ്പൂപ്പനെ ചെൽപ്പിടിക്കാൻ എനിക്ക് വയ്യടോ, എനിക്ക് മടുത്തു. കാരണോട് ദുർഘടന അവസാനിപ്പിക്കാതെ നമുക്കെന്നോട് ഒരു ഇഷ്ടമില്ലോ. ഓ, തനിക്ക് വകുപ്പ് വെച്ചിട്ടുണ്ടല്ലോ. ഓ ഉണ്ട്. ചേട്ടന് വ്യവസായമാണെങ്കിലേ എനിക്ക് കൃഷി. നാടായ നാട് മുഴുവൻ നടന്ന് തെങ്ങി കറിക്കണം, വിത്ത് വിതക്കണം, വളം ഇടണം, ബ്ലോക്ക് ഓഫീസിൽ പോണം. നടന്ന് എന്റെ ചോര നീരാവിയായി പോയി. ഇതായിരുന്നോ ചേട്ടാ എന്റെ കളർ? ഇതായിരുന്ന നല്ല വെള്ളലുവ പോലെ ഇരുന്നതാ, വെള്ളലുവ. ഇപ്പതേ ഉണക്കമുന്തിരി വാങ്ങിയത് പോലെ ആയി. പിന്നെ ഇതിലെന്തെങ്കിലും ഒക്കെ ഒരു തിരിമറി നടത്താൻ പറ്റുവായിരുന്നെങ്കിൽ ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു. എവിടെ ചേട്ടന് കേൾക്കണോ? ഇപ്പോഴത്തെ ചൂട് ചേട്ടൻ അറിയാല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തെങ്ങറിക്കാൻ പോയപ്പോ ഒരു കരിക്കിട്ട് കുടിച്ചത് ആ മുടിഞ്ഞ കളവരറിഞ്ഞു. ശരി പൊന്നെ, അതിനി എന്നെ പറയാനുള്ള തെറി ഡിക്ഷണറിയിൽ പോലും ഇല്ല. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അപ്പൂപ്പൻ എങ്ങനെ അറിയുന്നുണ്ട്? ചാരന്മാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പ്രധാന ചാരനാണ് നമ്മുടെ അമ്മായിയപ്പൻ. ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്? സത്യം ഇതാ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ആർക്കും മനസ്സിലാവും. മിണ്ടല്ലേ, ചാരം വരുന്നുണ്ട് നമ്മുടെ അമ്മായിയപ്പൻ. ഇനി ഒരു 126 ചോദ്യങ്ങളായിരിക്കും. അതിനു മുമ്പ് രക്ഷപ്പെടാൻ നോക്കിക്കോ. പോകാൻ പറ്റേ? എന്താപ്പാ നീ എന്താ മില്ലിന്ന് പോകുന്നത്? ഓ, ഞാനിങ്ങ് പോന്നു. അപ്പോ ഇന്ന് ലീവായിട്ട് കണക്കാക്കും. മനസ്സിലായോ? ഈ മാസത്തെ ശമ്പളത്തിൽ നിന്ന് ഒരു ദിവസത്തെ ശമ്പളം കുറയോന്ന്. ഞങ്ങൾ ഇവിടുത്തെ ശമ്പളക്കാരോ അതോ മരുമക്കളോ? മക്കളായാലും മരുമക്കളായാലും ജോലി ചെയ്യണം. ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം കൊടുക്കൂ. അതാ എന്റെ അപ്പന്റെ തീരുമാനം. അപ്പന്റെ തീരുമാനത്തിനൊന്നും ഞാൻ എതിര് നിൽക്കില്ലെന്ന് എന്റെ മക്കൾക്കറിയില്ലേ? പിന്നെ നിങ്ങൾ ഇവിടുത്തെ മരുമക്കളായതുകൊണ്ട് മാത്രമാണ് താമസത്തിനും ഭക്ഷണത്തിനുമുള്ള കാശ് വാങ്ങാത്തത്. അങ്ങനെ ഒരു വലിയ മനസ്സ് അപ്പൂപ്പൻ കാണിക്കുന്നതിന് മക്കൾ അപ്പൂപ്പനോട് നന്ദി പറ. എടാ, ആണുങ്ങളായാൽ ജോലി ചെയ്ത് ജീവിക്കണം, അല്ലാതെ ഭാര്യ വീട്ടിലെ സ്വത്ത് കൊണ്ട് ജീവിക്കാൻ നോക്കരുത്. നിനക്കൊക്കെ സ്ത്രീധനമായി തരാമെന്ന് പറഞ്ഞത് കൃത്യമായി തന്നില്ലേ? പിന്നെ എന്തിനാടാ ഈ ദുരാഗ്രഹം? ആകെ 2 പെൺമക്കളല്ലേ ഉള്ളു. അവർക്ക് കൊടുക്കാൻ ചാമ്പ കെട്ടിപ്പങ്ങോട്ട് പോവുക. എന്റെ അപ്പൻ അങ്ങേർക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യും. നീയൊക്കെ ആരാണെന്നൊക്കെ അന്വേഷിക്കാൻ അവന്റെ അറിയും. നീ പോകാൻ വരട്ടെ. വടക്കേക്കരയിൽ 5 ഏക്കറിൽ തെങ്ങി കയറിയ നാളികേരം കളത്തിലേക്ക് കൊണ്ടുപോയോ? കൊണ്ടുപോയി. എത്ര എണ്ണം ഉണ്ടായിരുന്നു? 4350. 4358. ഭർത്താവേ, എന്താടാ നെട്ടിയത്? എന്തിനാ 8 എണ്ണം കുറച്ചതെന്ന്? എന്റെ പൊന്നപ്പ നാളികേരത്തിൽ എണ്ണ എടുത്തപ്പോ 8 എണ്ണം പേടാണെന്ന് പറഞ്ഞ് അവിടെ മാറ്റിയിട്ടിട്ടുണ്ട്. അപ്പന് വല്ല സംശയം ഉണ്ടെങ്കിൽ പോയി പൊതിച്ചോ. കളത്തിലെ പണിക്കാരിൽ
എന്നോട് കൂറുള്ളവരുമുണ്ട്, മറക്കണ്ട. എല്ലാം ഞാൻ അറിയും. എടാ നീ എവിടെ നിന്നേ? എന്താ കോയിക്കലെ ഹാജിയാർ കൊടുത്തയച്ച് 25,000